പാകിസ്ഥാൻ്റെ സൈന്യാധിപനായ അസിം മുനീർ പറഞ്ഞിരിക്കുന്നു, സിന്ധു നദീജലം തടഞ്ഞു നിർത്തി ഡാം ഉണ്ടാക്കിയാൽ അവിടേക്ക് ആറ്റം ബോംബിടും. ഇപ്പോൾ പുതുതായിട്ട് പറയുന്നത് ഇന്ത്യയിലെ റിലയൻസിൻ്റെ നേർക്ക് ആക്രമണം നടത്തും. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഭീഷണിയാണല്ലോ. അതെ, ഇപ്പോൾ പുതുതല്ല, ഇന്നലത്തെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞാണ്. ആ പ്രസംഗം അതീവ രഹസ്യമായിരുന്നു. അത് റെക്കോർഡ് ചെയ്യാനും ഒന്നും അനുവാദം ഉണ്ടായിരുന്നില്ല. ദ പ്രിൻ്റ് ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ 120ഓളം ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫ്ലോറിഡയിലെ താമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുക്കിയ ഹയാത്തിൽ നടത്തിയ ഒരു വിരുന്നായിരുന്നു. വിരുന്നിലാണ് മുനീർ എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിലൂടെ ഇന്ത്യക്ക് നേരെ വീണ്ടും ന്യൂക്ലിയർ ഭീഷണി ഉൾപ്പെടെ ഉയർത്തിയത്. അതിൻ്റെ പല ഭാഗങ്ങൾ ആ വിരുന്നിൽ പങ്കെടുത്ത ആളുകളോട് സംസാരിച്ചിട്ടാണ് പലരും ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയൊരു കാര്യമാണ് ആ പ്രസംഗത്തിൽ ഇന്ത്യയിൽ ഗുജറാത്തിൽ ജാംനഗറിൽ പ്രവർത്തിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ റിഫൈനറി ഞങ്ങൾ തകർക്കും എന്ന് ഭീഷണിപ്പെടുത്തി എന്ന വിവരം പുറത്തു വരുന്നത്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് റിഫൈനിങ് കോംപ്ലക്സാണ് ജാംനഗറിൽ റിലയൻസിനുള്ളത്. അപ്പോൾ അവിടെയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വലിയ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയാം. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന 33 മില്യൺ ടൺ ക്രൂഡാണ് ഇവിടെ സംസ്കരിക്കുന്നത്. അതായത് ഇന്ത്യ മൊത്തം സംസ്കരിക്കുന്ന ക്രൂഡിൻ്റെ 12% ഈ സിംഗിൾ യൂണിറ്റിൽ നിന്നാണ് സംസ്കരിക്കുന്നത്. അപ്പോൾ 1999 ജാംനഗറിൽ റിലയൻസ് തുടങ്ങിയത്. 2008 ഈ യൂണിറ്റ് വികസിപ്പിച്ചു. കൂറ്റൻ റിഫൈനറിയാണ്. അപ്പോൾ ഇതിനകത്ത് റിഫൈനറിയെ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കും. 2, സിന്ധു നദീജലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തറവാട്ട് സ്വത്തല്ല. നിങ്ങൾ അവിടെ ഡാം ഉണ്ടാക്കിയാൽ ഡാം ഉണ്ടാക്കട്ടെ, 10 മിസൈൽ അയച്ച് തകർക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഡാം തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ വലിയ തോതിലുള്ള സിവിലിയൻ കാഷ്വാലിറ്റി, സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടും. അപ്പോൾ സാധാരണ ജനങ്ങളെ കൊല്ലും, നമ്മുടെ പദ്ധതികൾ തകർക്കും. അതുകൂടാതെ ഇന്ത്യൻ സമ്പദ്ഘടനയെ ആക്രമിക്കും. ഓയിൽ ഫീൽഡ് ഓർക്കുന്നില്ലേ, ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ അമേരിക്ക പറഞ്ഞ എന്താണ്, ന്യൂക്ലിയർ സൈറ്റ്സ്, എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. കാരണം അത് രണ്ടും ഗുരുതരമായ കുറ്റങ്ങളാണ്. കാരണം ആണവ കേന്ദ്രം ആക്രമിക്കുക, എണ്ണ സംസ്കരണ ശാലകൾ തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ യുദ്ധം വല്ലാതെ രൂക്ഷമാകുകയും എസ്കലേറ്റ് ചെയ്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇസ്രയേലിനോട് പോലും അമേരിക്ക പറഞ്ഞ് ഇറാൻ്റെ ഈ 2 കാര്യങ്ങൾ ആക്രമിക്കരുതെന്ന് ആദ്യഘട്ടത്തിൽ ബൈഡൻ്റെ കാലത്ത് പറഞ്ഞു. ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തകർന്നു പോലെ. ആ രാജ്യത്തെ മാത്രമല്ല മറ്റു രാജ്യങ്ങളെയും ബാധിക്കും. എണ്ണ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള എണ്ണ ഉപയോഗിച്ച് നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിലും അതുപയോഗിച്ച് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നതിനെന്നറിയാമോ? തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഹീറ്റിംഗ് നടക്കുന്നത് മുഴുവൻ, ഹീറ്റർ പ്രവർത്തിക്കുന്നത് മുഴുവൻ എണ്ണ ഉപയോഗിച്ചിട്ടാണ്. അത് മാത്രമല്ല, അതിനാണ് പ്രധാനമായി ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് എണ്ണ അനിവാര്യമാണ്, ഇല്ലെങ്കിൽ തണുത്ത് മരച്ച് ചത്തുപോകും. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് നേരെ സാമ്പത്തിക മേഖലയെ കൂടി ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ അസീം മുനീർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് അതിനെ തുടർന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് മുകേഷ് അംബാനിയുടെ ചിത്രം കൊടുത്തിരിക്കുന്നു. അടുത്ത തവണ എന്തു ചെയ്യുമെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് അതിനകത്ത് ഈ ഖുറാൻ വചനം എടുത്തിട്ട് അൽ-സുറ അൽ-ഫിൽ ആനയെ പ്രതിപാദിക്കുന്നതാണ്. അതായത് 105-ാം അധ്യായത്തിൽ ആകാശാക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഖുറാനിൽ. അതായത് CE 570 എന്ന് പറഞ്ഞാൽ ആനയുടെ വർഷമായിട്ടാണ് അത്ര ചിത്രീകരിക്കുന്നത്. ഇതിപ്പം ഖുറാനിക്കായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അതായത് യമൻ രാജാവായിരുന്ന കാബ നശിപ്പിക്കാൻ വേണ്ടി ഒരു ആക്രമണം നടത്തി. വലിയ തോതിൽ ആനകളുടെ സേനയുമായിട്ടാണ് പോയത്. ആനകളുടെ സേനയുമായിട്ട് പോയപ്പോൾ കല്ലുകൾ പെറുക്കിക്കൊണ്ടുവന്ന് ഈ ആന സൈന്യത്തെ ആക്രമിച്ചു. ആകാശത്ത് നിന്ന് ആനക്കൂട്ടത്തിന് നേരെ 10,000-കണക്കിന് പക്ഷികൾ കല്ലുകൾ കൊത്തിക്കൊണ്ടുവന്ന് ആനകളുടെ മേലിട്ട് ആനകൾ തകർന്നുപോയി. അങ്ങനെ കല്ലുകളുമായി പക്ഷികളെ അയച്ച് ആകാശാക്രമണം നടത്തി യമൻ രാജാവിനെ തോൽപ്പിച്ചു എന്നാണ് ഈ ഖുറാൻ കോട്ട് ചെയ്തിട്ട് അസീം മുനീർ പറയുന്നത്. അതുപോലെ ആകാശത്ത് നിന്ന് ഭീകരമായ ആക്രമണം നടത്തി ഇന്ത്യയെ തകർക്കും. വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ വെറുതെയൊക്കെ സംസാരിക്കുമ്പോൾ പിന്നെ അസീം മുനീർ ചുമ്മാ പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്ര നിസ്സാരമായി തള്ളേണ്ടുന്നൊരു ചിത്രമുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഘടന നോക്കി, അസീം മുനീറിനെ സംബന്ധിച്ച് പഹൽഗാം ആക്രമണം നടത്തി ഇയാൾ ജുക്കുലർ വെയിനാണ് കാശ്മീരിൽ നിന്നൊക്കെ മുമ്പ് പറഞ്ഞത്. അയാൾ വീണ്ടും ഇന്നലത്തെ ഫ്ലോറിഡ യോഗത്തിലും ആവർത്തിച്ചിട്ടുണ്ട്. ജുഗുലർ വെയിനാണ്
കാശ്മീർ അതെ, അത് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വെറും വാചകമടി എന്ന് നമുക്ക് വിശ്വസിക്കാമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ഭീഷണിയെ ഇന്ത്യ ഗുരുതരമായി തന്നെ കാണണം എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഈ മുമ്പൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ബലാക്കോട്ടിലൊക്കെ പോയി അവരുടെ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രം ആക്രമിച്ചു. പക്ഷേ ഇത്തവണ നമ്മൾ പഹൽഗാമിന് ശേഷം തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമല്ല അവരുടെ 11 എയർബേസുകൾ തകർത്തു കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ ഉൾപ്പെടെ വിമാനങ്ങളും സൈനിക സന്നാഹങ്ങളും ഒക്കെ തകർത്തു. അപ്പോൾ വലിയൊരു ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും 10 മടങ്ങ് അടി കിട്ടിയാർക്ക്? പാകിസ്ഥാന് കിട്ടി. അവർ യുദ്ധം തോറ്റുപോയെങ്കിലും ഞങ്ങളല്ല തോറ്റതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് തോറ്റ സൈന്യാധിപന് ഫീൽഡ് മാർഷൽ പദവി കൊടുത്തിട്ട് ഒരു പ്രൊപ്പഗാൻഡ വാറൊക്കെ നടത്തി നിൽക്കുകയാണ്. പക്ഷേ ആഘാതം ഭീകരമായിരുന്നു. അതുകൊണ്ട് ഇനി ഇന്ത്യയിൽ നിന്ന് കിട്ടാൻ പോകുന്ന അടി നിസ്സാരമായിരിക്കില്ല എന്ന് പാകിസ്ഥാന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി ഇന്ത്യയുമായി ഒരു സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ അറ്റ കൈ പ്രയോഗിക്കും എന്ന് തന്നെയാണ് കാണേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. കാരണം അത് ജിയോ പൊളിറ്റിക്സ് നോക്കുന്ന ആർക്കും അങ്ങനെ തോന്നും. നമ്മുടെ ചുറ്റുപാടും നോക്കൂ, ബംഗ്ലാദേശ് ഇന്ത്യയുമായി നല്ല ബന്ധമല്ല. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക കൊണ്ടുവച്ചിരിക്കുന്ന പാവ സർക്കാരാണ് യൂനിസ്. ഇപ്പോൾ മണിപ്പൂർ ഏതാണ്ട് മണിപ്പൂർ ഉൾപ്പെടെ ഈ മിസോറാം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ നാഗാലാൻഡ് ഉൾപ്പെടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്. ഈ ഡൊണാൾഡ് ലൂ എന്ന് പറയുന്ന അമേരിക്കൻ പ്രതിനിധി വന്നിട്ട് ഷെയ്ഖ് ഹസീനയോട് പറഞ്ഞല്ലോ, പാകിസ്ഥാനിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തൊരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാകണം. ഈ ഒരു പദ്ധതിയൊക്കെയോട് ഇസ്രയേലിന് പോലും അനുഭവം ഉണ്ടെന്നാണ് പറയുന്നത്. ഡൊണാൾഡ് ലൂ വന്ന് സംസാരിച്ചത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താല്പര്യപ്രകാരം ഈ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ കിടക്കുന്നതിനിടയ്ക്ക് ഒരു ക്രിസ്ത്യൻ രാജ്യമുണ്ടായാൽ അമേരിക്കയുടെയും തദ്വാര ഇസ്രയേലിൻ്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടപ്പെടാമെന്നുള്ള അമേരിക്കൻ താല്പര്യമുണ്ട്. അതിന് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഷെയ്ഖ് ഹസീന പോയത്. അപ്പോൾ മണിപ്പൂർ, മിസോറാം അടക്കമുള്ള ഈ നോർത്ത് ഈസ്റ്റിലെ പ്രശ്നങ്ങൾ, ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം വല്ലാതെ അസ്വസ്ഥമാണ്. ഇപ്പം അസീം മുനീർ ഇന്നലെ പറഞ്ഞു, ഞങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ കിഴക്കുന്ന് ആക്രമിച്ച് പടിഞ്ഞാറേക്ക് പോകും. കിഴക്കെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിനെയാണ്. അവിടെ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഈ സിലിഗുരി മേഖല, അവിടെ 22 കിലോമീറ്ററേ വീതിയുള്ളൂ. അവിടം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലെ 7 സംസ്ഥാനങ്ങൾ ഒറ്റപ്പെട്ടു. ഇന്ത്യക്ക് പിന്നെ ആക്സസ് ഇല്ല. സംസ്ഥാനങ്ങളാണ് ടാർഗറ്റ്. അങ്ങനെ ഒരു പദ്ധതി നിലവിലുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യമിടുക, പാകിസ്ഥാൻ. ഇപ്പോൾ നോക്കൂ, ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ചൈന ആഭിമുഖ്യമാണെന്ന് പറഞ്ഞാലും ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും ചൈന മാത്രമല്ല അമേരിക്കയും ഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് ഒരു പക്ഷേ അവിടെ താവളങ്ങളൊക്കെ ഉണ്ടായി. മാൽദീവ്സിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ തീർത്തു, മൊയ്സുവിനെ നമ്മൾ കൈകാര്യം ചെയ്തു. ശ്രീലങ്ക അത്ര പാവപ്പെട്ടിട്ടില്ല, നമുക്കൊരു തുറമുഖം ഇപ്പോൾ തന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇൻ ഫ്യൂച്ചർ ശ്രീലങ്കയിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക് ഒരാക്രമണം നമ്മൾ സങ്കല്പിച്ച് നോക്കുക. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ചൈന ഒരു പക്ഷേ ന്യൂട്രലായിട്ട് നിൽക്കാം. ചൈന ന്യൂട്രലായിട്ട് നിൽക്കാമെന്ന് പറയുന്നത് വേറൊരു കാര്യം ഇവിടെ യുദ്ധ നിരീക്ഷകർ പറയുന്നുണ്ട്. ഇപ്പോൾ ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചെന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഫെയിലിയർ ആയിരുന്നു. എന്നാൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചതും ചൈനീസ് ആയുധങ്ങളാണ്. റഷ്യ വഴി കിട്ടിയ ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം ഇസ്രയേലിൽ ചെന്ന് വീഴുകയും ചെയ്തു. അപ്പോൾ ചൈനയ്ക്ക് 2 തരം ആയുധങ്ങളുണ്ട്. ഒന്ന് പാകിസ്ഥാന് കൊടുക്കാൻ, ഒന്ന് ഇറാന് കൊടുക്കാൻ മറ്റൊന്ന്. അപ്പോൾ ചൈനയിൽ ഉണ്ടാക്കുന്നതിൽ ഹൈ ക്വാളിറ്റി സാധനമുണ്ട്, മോശം ക്വാളിറ്റിയാണ്. അപ്പോൾ ചൈന പ്രധാനമായും ഇന്ത്യൻ ആർമി തന്നെ പറഞ്ഞ് ചൈന നമ്മുടെ ഈ യുദ്ധകാലത്ത് പാകിസ്ഥാനെ സഹായിച്ച് നമ്മുടെ സേനാ നീക്കങ്ങൾ, സൈനിക സന്നാഹങ്ങൾ ഇവയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ കൊടുത്ത് സഹായിച്ചു എന്ന് നമ്മുടെ ആർമി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. 2 രാജ്യങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ചൈന ആയുധങ്ങളുടെ കാര്യത്തിൽ അത്ര നിലവാരമുള്ള ആയുധങ്ങളല്ല പാകിസ്ഥാന് കൊടുത്തുനിന്ന് ഇപ്പോൾ തന്നെ ആക്ഷേപമുണ്ട്. കാരണം ഇസ്രയേലിൽ ഹിറ്റ് ചെയ്യാൻ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ ഇറാനെ സഹായിച്ചുവെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാനെ സഹായിച്ചില്ല? അപ്പോൾ 1ാം തരം 2ാം തരം എന്നൊക്കെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ചൈന ഇപ്പം റഷ്യയുടെ ഇടപെടലിലൂടെ വരുമ്പോൾ ഈ ഒരു ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന മാറ്റം വഴി ന്യൂട്രലായിട്ട് നിന്നാൽ പോലും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക അടക്കമുള്ള സ്ഥലങ്ങൾ, പിന്നെ നോക്കൂ, വളരെ പെട്ടെന്നാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തു. അത് വലിയൊരു പ്രക്ഷോഭമായിട്ട് മാറി, വലിയൊരു ടാർഗറ്റായി. കാരണം ഛത്തീസ്ഗഡ് മേഖലയിലുള്ള നക്സലൈറ്റുകളെ മാർച്ച് 2026 മാർച്ച് 31 ഫിനിഷ് ചെയ്യുമെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുക. വലിയ തോതിൽ നക്സലൈറ്റുകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കണം. ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നക്സൽ കലാപം,
ഇപ്പോൾ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ കലാപം, ഒപ്പം നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളൊരു ആക്രമണം, ഇതെല്ലാം കൂടെ ഒരുപക്ഷെ വന്നുകൂടാഴികയുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഇങ്ങനെ അഭിപ്രായം പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ വളരെ സൂക്ഷിച്ചു പോകേണ്ട ഒരു സഭയാണ്. ഇന്ത്യ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മിനിമം ഒരു 3 രാജ്യങ്ങളെ കൈകാര്യം ചെയ്യണം. ഒന്ന് പാകിസ്ഥാനെ, 2 ബംഗ്ലാദേശിനെ, പിന്നെ ശ്രീലങ്കയ്ക്കും ഒരു പടി ആവശ്യമുണ്ട്. ഈ 3 രാജ്യങ്ങളെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഇന്ത്യ നേരിടേണ്ടി വരും. ഇല്ലെങ്കിൽ ആസിം മുനീറിനെ പോലെയുള്ള ആളുകൾ ഇന്ത്യയിലെ എല്ലാ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും ടാർഗറ്റ് ചെയ്യുകയാണ്. അത് പരസ്യമായി പറയുകയാണ്. നമ്മളാണെങ്കിലോ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ അതിൻ്റെ 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിയുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ആണെങ്കിൽ പരമാവധി സിവിലിയൻ കാഷ്വാലിറ്റീസ്, പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്ക് അപകടം പറ്റരുതെന്ന് കരുതിയാണ് നമ്മളിതെല്ലാം ചെയ്തത്. പക്ഷേ അവർ ചെയ്തത് എന്താണ്? ഇന്ത്യൻ ഗ്രാമങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം നടത്തി നമ്മളെല്ലാം ചെറുത്തു. പക്ഷേ ഇനിയൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ സൈന്യ മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞു, കരസേനാ മേധാവി പറഞ്ഞു, ഇനിയൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമുക്കും നഷ്ടമുണ്ടാകും. സൈന്യം മാത്രമല്ല, നമ്മളെല്ലാവരും കൂടി പൊരുതേണ്ടി വരുന്നൊരു യുദ്ധമാണ് വരാൻ പോകുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ വെറുതെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ എന്തായാലും നമ്മുടെ ഭരണകൂടം, നമ്മുടെ സർക്കാർ, നമ്മുടെ സൈന്യം തയ്യാറാവത്തില്ല. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യക്ക് സാമ്പത്തികമായ സ്ഥിരത നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളെയും അവർ ടാർഗറ്റ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ റിലയൻസ് റിഫൈനറി തകർക്കുമെന്ന് പറയുന്നത്. അപ്പോൾ മുകേഷ് അംബാനി എന്ന് പറയുന്ന വ്യക്തി വലിയ ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിച്ച് നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്നായത് പാകിസ്ഥാനെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിലെ പല നേതാക്കന്മാർക്കും അംബാനി എന്ന് പറയുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. പാകിസ്ഥാന് വിഷമം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.